പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫിന്റെ മലയോര സമര പ്രചാരണ യാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ കരുവഞ്ചാലിൽ കെ.സി. വേണുഗോപാലാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുക. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ബദൽ നിർദ്ദേശിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്ന് വി ഡി സതീശൻ മീഡിയ വണ്ണിനോട്. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, കെ.സി. അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? വി ഡി നേരത്തെ തന്നെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. എപ്പോഴത്തേക്ക് യാത്ര തുടങ്ങും? പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇരിക്കൂറിലെ കരുവഞ്ചാലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. 5:30 മണിയോടുകൂടി പരിപാടി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ.സി. വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കളെ കരുവഞ്ചാൽ പാലത്തിന് സമീപത്ത് നിന്ന് ആനയിച്ച് ഇവിടെ വേദിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനം. അതിനായി ഇരിക്കൂർ MLA അടക്കമുള്ള ആളുകൾ അവിടെ നിൽപ്പുണ്ട്. പ്രവർത്തകരും ഒക്കെ നേതാക്കളെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ നേതാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമരപ്രചരണ ജാഥയ്ക്ക് തുടക്കമാകും. ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്ന് കരുവഞ്ചാലിൽ നടക്കുക. നാളെ റിപ്പബ്ലിക് ദിനമാണ്. അതുകൊണ്ട് നാളെ ജാഥ പ്രയാണം നടത്തില്ല. അതിനുശേഷം മറ്റന്നാൾ പേരാവൂർ മണ്ഡലത്തിലെ കൊട്ടിയൂരും ആറളത്തും പര്യടനം നടത്തുന്ന ജാഥ അതിനുശേഷം വയനാട്ടിലേക്ക് പ്രവേശിക്കും. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് മലയോര സമരപ്രചരണ ജാഥയുമായി UDF നേതൃത്വം രംഗത്തെത്തുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മലയോര കർഷകരുടെ വിഷയങ്ങൾ ഉന്നയിച്ച് UDF സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് ഏറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFിൽ നിന്ന് അകലുന്നു വന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് മലയോര മേഖല കേന്ദ്രീകരിച്ച് ജാഥ പ്രയാണം നടത്തുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് UDFിനെ ശക്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ജാഥയ്ക്ക് പിന്നിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം PV അൻവർ നിലമ്പൂരിൽ നിന്ന് ജാഥയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. എന്തായാലും അൻവർ UDFിലേക്ക് പോകാൻ കത്ത് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അൻവറിനോടുള്ള UDFിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് കൂടി ഈ ജാഥയിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MM ഹസനും അതുപോലെ വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും കരുവഞ്ചാലിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തുള്ളിൽ തന്നെ സമര ജാഥയ്ക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനമാകും. 5:30 മണിയോടുകൂടി പരിപാടി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സുനിൽ.